മദ്യനയ അഴിമതി കേസിൽ CBIക്കെതിരായ പരാമർശങ്ങൾ സ്റ്റേ ചെയ്ത് ഡൽഹി ഹൈക്കോടതി. വിചാരണ കോടതിയുടെ പരാമർശങ്ങൾക്കാണ് സ്റ്റേ. CBI ഉദ്യോഗസ്ഥർക്കെതിരായ വകുപ്പുതല നടപടികളും ഡൽഹി ഹൈക്കോടതി തടഞ്ഞു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇതിൽ ആം ആദ്മി നേതാക്കളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് നടത്തിയ അന്നത്തെ വിചാരണ കോടതി പരാമർശങ്ങൾ അത് നമുക്ക് ഓർമ്മയുണ്ട്. ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് CBI കൈക്കൊണ്ടത് എന്നതുൾപ്പെടെ ഗുരുതരമായ പരാമർശങ്ങളാണല്ലോ. ഇപ്പോൾ ഈ പരാമർശങ്ങൾ ഉൾപ്പെടെ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണോ ഇന്നത്തെ കോടതി നടപടി? എങ്ങനെയാണ് അതിൽ CBIയുടെ വാദം എങ്ങനെയായിരുന്നു? അനുജ, ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിധിക്കെതിരെയായിരുന്നു CBI ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ CBI ചൂണ്ടിക്കാട്ടിയത് ഈ ദേശീയ തലസ്ഥാനത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ഈ മദ്യനയ അഴിമതി എന്ന വിശേഷണമാണ് CBI ഇന്ന് കോടതി ഇതിന് നൽകിയത്. ചില വ്യാപാരികൾക്കായി അവർക്ക് സൗകര്യം ഒരുക്കുന്ന തരത്തിലേക്ക് കൃത്രിമമായി നയം സൃഷ്ടിച്ചു. മാത്രമല്ല, കൈക്കൂലി വാങ്ങൽ, ആ കൈക്കൂലി ഉപയോഗപ്പെടുത്തിയത്, അതിനുള്ള ഫോറൻസിക് തെളിവുകൾ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തതയുള്ള ഒരു അഴിമതി കേസാണ് ഇത് എന്നും CBI കോടതിയിൽ പറഞ്ഞു. മാത്രമല്ല, ഇതിലെ മാപ്പുസാക്ഷികളുടെ മൊഴിയെ വിചാരണ കോടതി പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് അത്തരമൊരു നടപടികളിലേക്ക് കോടതി കടന്നത് എന്നതും CBI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയായിരുന്നു CBIക്ക് വേണ്ടി ഹാജരായത്. വാദത്തിനൊടുവിൽ ഇതിൽ ഡൽഹി ഹൈക്കോടതി ചെറിയ ഇടപെടലുകൾ നടത്തിയിരിക്കുകയാണ്. അതായത് CBIക്കെതിരായ പരാമർശങ്ങൾ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വിചാരണ കോടതിയുടെ ആ പരാമർശങ്ങൾക്ക് സ്റ്റേ നൽകുകയും കേസിൽ കക്ഷികൾക്ക് നോട്ടീസ് നൽകുകയുമാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ ഈ മാസം 16-നാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിൽ എന്താണെന്നുള്ളത് ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.